കെ.എം. അഹമ്മദ് മാഷിന്റെ ഓർമ്മകളിൽ നിറഞ്ഞ് കാസർഗോഡ്. കെ.എം. അഹമ്മദ് മാഷിന്റെ 15ാം ഓർമ്മദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി.ടി. നാസർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും പ്രതിഭ തെളിയിച്ച അഹമ്മദ് മാഷിനെ അദ്ദേഹം അറിയാതെ താൻ തന്റെ ഗുരുവായി വരിച്ച അനുഭവവും കർണാടകയിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഓർത്തെടുത്ത് പി.ടി. നാസർ വിവരിച്ചു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. കെ.എം. അഹമ്മദ് മാഷിന്റെ 15ാം ഓർമ്മദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി.ടി. നാസർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും സമരസപ്പെടാത്ത എഴുത്താളുകൾ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുകയും ചെയ്തു. സമരസപ്പെടാത്ത എഴുത്തുകാരായി ആധാരം എഴുത്തുകാർ മാത്രമാണുള്ളതെന്നും സാഹിത്യത്തിലായാലും സിനിമയിലായാലും അവനവന്റെ തടി കൈച്ചലാക്കിയിട്ടുള്ള വിമർശനങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂവെന്നും പി.ടി. നാസർ പറഞ്ഞു. എല്ലാ മേഖലയിലും പ്രതിഭ തെളിയിച്ച അഹമ്മദ് മാഷിനെ അദ്ദേഹം അറിയാതെ താൻ തന്റെ ഗുരുവായി വരിച്ച അനുഭവവും കർണാടകയിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഓർത്തെടുത്ത് പി.ടി. നാസർ വിവരിച്ചു. എങ്ങനെയാണ് ഒരു പത്രപ്രവർത്തകൻ ചടുലവേഗത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് തനിക്ക് പഠിപ്പിച്ചു തന്ന മാധ്യമ പ്രവർത്തകനാണ് അഹമ്മദ് മാഷ് എന്നും പി.ടി. നാസർ പറഞ്ഞു. അഹമ്മദ് മാഷ് എൻ്റെ ഗുരുവാണ്. അത് അഹമ്മദ് മാഷ്ക്കും അറിയില്ല, ഈ പറയുന്ന അഹമ്മദ് മാഷയുടെ ബാക്കിയുള്ള ശിഷ്യന്മാർക്കൊന്നും അതറിയില്ല. ഞാൻ അഹമ്മദ് മാഷോട് പറഞ്ഞിട്ട് ഞാൻ അഹമ്മദ് മാഷോട് ജീവിതത്തിൽ ഒരു ദിവസം മാത്രമേ കുറച്ചു നേരം സംസാരിച്ചിട്ടുള്ളൂ, പിന്നീട് സംസാരിച്ചിട്ടില്ല. പക്ഷെ അഹമ്മദ് മാഷ് എൻ്റെ ഗുരുവാണ് എന്ന് ഞാൻ അപ്പോഴും ഇപ്പോഴും എന്നും മനസ്സിലാക്കുന്നത്. ഞാൻ അഹമ്മദ് മാഷെ കണ്ടിട്ടാണ് പഠിച്ചത്. എൻ്റെ എല്ലാ തരത്തിലും എൻ്റെ ഗുരുക്കന്മാരും അങ്ങനെ തന്നെ. അത് 1995-96 സമയത്താണ്. ഞാൻ മാധ്യമ പത്രത്തിൽ ചേർന്ന ഉടനെയാണ്. ഞാൻ അതിൻ്റെ മുമ്പൊക്കെ ഇങ്ങനെ കേരള ശബ്ദം വരികയിലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മാധ്യമത്തിൻ്റെ എഡിറ്റർമാർ എന്നെ വിളിച്ചിട്ട് ചേരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അതിൽ ചെയ്തു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചു വരുത്തിയിട്ട് അവർ നിങ്ങൾ ചേരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ചേർന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഈ എഡിറ്റർ ഇതേപോലത്തെ ഇങ്ങനെ നീളത്തിലായിരുന്നു മാധ്യമത്തിൻ്റെ ഡെസ്ക്. അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വീതി ഇതിൻ്റെ പത്രാധിപന്മാരൊക്കെ എത്തിച്ചു. ഒരു ദിവസം പെട്ടെന്ന് അദ്വൈത് സാറിൻ്റെ റൂമിൽ നിന്ന് എഡിറ്റർ ഇൻചാർജാണ് അദ്വൈത് സാറിൻ്റെ റൂം മിസ്റ്റർ നാസർ അവിടെ ഉണ്ടോ? അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ കർണാടക ഇലക്ഷനാണല്ലോ, നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങൾ പോയില്ലേ? ഞാൻ പോകാൻ എനിക്ക് കർണാടക ഒന്നും അറിയില്ല, മലയാളം അല്ലാതെ വേറൊന്നും അറിയില്ല, കർണാടക തീരറിയില്ല. ഞാൻ മൈസൂരിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ റഹ്മാൻ തായിലങ്ങാടി അഹമ്മദ് മാഷിനെ കുറിച്ചുള്ള ഓർമ്മകളുടെ കിളിവാതിൽ തുറന്നു. പത്രപ്രവർത്തകനും കഥാകൃത്തുമായ കെ.എം. അബ്ബാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വേണു കണ്ണൻ വരച്ച അഹമ്മദ് മാഷിന്റെ ഛായാചിത്രം മുജീബ് അഹമ്മദിന് കൈമാറി. നാരായണൻ പേരിയ, അഡ്വക്കേറ്റ് TV ഗംഗാധരൻ, TA ഷാഫി, അഷ്റഫ് അലി ചേരങ്കൈ, മുജീബ് അഹമ്മദ്, പ്രദീപ് നാരായണൻ, മനോജ് മയ്യിൽ എന്നിവർ സംസാരിച്ചു. സാഹിത്യവേദി സെക്രട്ടറി MV സന്തോഷ് സ്വാഗതവും ട്രഷറർ എരിയാൽ ഷെരീഫ് നന്ദിയും പറഞ്ഞു. അഹമ്മദ് മാഷിന്റെ സുഹൃത്തുക്കളും മാഷിനെ സ്നേഹിക്കുന്നവരും കുടുംബാംഗങ്ങളും അടക്കം നിറഞ്ഞ സദസ്സ് അനുസ്മരണ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.